അസ്സലാമു അലൈക്കും. ഞാൻ നാട്ടിലെത്തി. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കൊല്ലം പള്ളിമുക്ക് ജംഗ്ഷൻ ഓപ്പോസിറ്റുള്ള കഹ്വ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അറബിക് ആൻഡ് ടർക്കിഷ് ക്വിസിന് നല്ല റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് കഹ്വ റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ കേരള ക്വിസിനും അവൈലബിൾ ആണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സ്മോൾ വാട്ടർ ഫൗണ്ടൻ ഏരിയ ഉണ്ട്. പിന്നെ ലാൻറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കഹ്വ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബുക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് പോയാൽ വെയിറ്റിംഗ് ടൈം അവോയ്ഡ് ചെയ്യാം. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഒരു 20 to 25 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം കാണും. അങ്ങനത്തെ ചിക്കൻ മന്തി കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ സൈഡ് ഡിഷായിട്ട് മയണൈസും പിന്നെ ടൊമാറ്റോ ചട്നിയുമുണ്ട്, സലാഡും ഉണ്ട്. ഇത് ബീഫ് മന്തിയാണ്. ഒരു ചിക്കനും ഒരു ബീഫ് മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സൈഡ് ഡിഷൊക്കെ സെയിം തന്നെയാണ്. ഒരു പ്ലേറ്റ് മന്തി 4 പേർക്ക് കഴിക്കാനുള്ള പോർഷൻ കാണും. ഞങ്ങൾ ചീസ് കബാബ് ഓർഡർ ചെയ്തായിരുന്നു. ഒരു പോർഷൻ ചീസ് കബാബ് എന്ന് പറയുമ്പോൾ 2 കബാബ് കാണും. റൊട്ടിയിൽ പൊതിഞ്ഞ കബാബ്, മേളിൽ നല്ല ചീസൊക്കെ കവേർഡായിട്ടാണ് കൊണ്ടുവരുന്നത്. കൂടെ ഒരു സ്മോൾ പോർഷൻ റൈസ്, സലാഡ്, യോഗേർട്ടിൻ്റെ ഒരു ഡിപ്പ് വിത്ത് കെച്ചപ്പ്. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ അവർ തന്നെ ഒരു കബാബ് 8 സ്മോൾ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് തന്നു. മധുരമില്ലാതെ എന്താഘോഷമല്ലേ? ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം, ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്നത്, ഡ്രൈ ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീം ആൻഡ് ബാങ്കോ ഐസ്ക്രീം, ഇത് 3ഉം ഞങ്ങൾ വാങ്ങി. അറബിക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണല്ലോ കുനാഫ. അന്നല്ലത് ചൂടോടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് സെർവ് ചെയ്യാൻ റെഡിയാക്കുന്നുണ്ട്. ഒരു കുനാഫ 4 പോർഷൻ കാണും. 4 പേർക്ക് കഴിക്കാം. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് കഹ്വയുടെ ഒരു ടേക്ക് അവേ ഏരിയ ഞങ്ങൾ കാണുന്നത്. അവിടെ സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ മന്തിയൊക്കെ പാഴ്സൽ വേണമെങ്കിലും ഈ ഏരിയയിൽ വന്നാണ് പറയേണ്ടത്. അവിടാണ് പാഴ്സലിൻ്റെ എല്ലാം അവർ പ്രിപ്പയർ ചെയ്യുന്ന ഏരിയ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. തീർച്ചയായും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.